അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ജസ്റ്റ് ഇങ്ങനെ പോകുമ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന് ചോദിച്ചു ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പുതിയ ഫോൺ എടുത്തിട്ട് നമ്മൾ ചെയ്തിനില്ലല്ലോ, അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ഈ പോകുന്നത് തൊട്ടിട്ട് നമ്മൾ രാത്രി നൈറ്റ് വരെയുള്ള നമ്മുടെ ഡേയിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തുടങ്ങുകയാണ് ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. വണ്ടിക്ക് എന്ത് നോക്കാൻ പോവുകയാണ്? അലോയ് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിപ്പോ താഴെ ചൊവ്വ മേലെ ചൊവ്വ ആ രണ്ടിന്റെ നടുക്കായി വരും ഗൈസ് ആ ഷോപ്പ്. ഇവിടെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് എല്ലാം നോക്കി. ബട്ട് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പുറത്ത് ഇൻസ്റ്റഗ്രാം പേജിൽ ഇതേ സെയിം സാധനം റേറ്റ് കുറവായിരുന്നു. അങ്ങനെ കണ്ണൂരെത്തി. കണ്ണൂർ കോക്ടെയിൽ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോക്ടെയിൽ നമ്മൾ ഓർഡറാക്കി. ഗൈസ് ഇതാണ് കണ്ണൂർ കോക്ടെയിൽ. അങ്ങനെ നമ്മൾ കണ്ണൂർ ട്രെൻഡ്സിൽ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഫുൾ പൊടി പിടിച്ചിട്ടുള്ള ഗൈസ്. നാളെ സർവീസിന് കൊടുക്കും, അതുകൊണ്ട് കഴുകാണ്ട് വെച്ചിട്ടുള്ളത്. കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഓഫറിൽ ഇട്ടതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോൾ ഇട്ട പോലത്തെ കൈൻഡ് ഓഫ് ഷർട്ട് എടുക്കാനായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം 2 ഷർട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇതും ഫസ്റ്റ് വണ്ണും. ഇത് ഞാൻ എടുത്തില്ല, ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ലാസ്റ്റ് വൺ എനിക്ക് ഈ ചൂടിദാർ ഇഷ്ടപ്പെട്ടു. ബട്ട് ഭയങ്കര ലൈറ്റ്, അതായത് ഉള്ളിലിട്ടതൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തില്ല. ഭയങ്കര നേരിയ ക്ലോത്തായിരുന്നു. അങ്ങനെ ബില്ല് അടിച്ചു. കവർ വാങ്ങിയില്ല. കവറിന് 10 രൂപ കൊടുക്കേണ്ട പിശുക്കൊന്നല്ല, ജസ്റ്റ് വെറുതെ കാറിൽ വെച്ചിട്ട് അത് കളയും. അവിടുന്ന് നേരെ ഏട്ടൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പാണ്. 2 പയ്യന്മാർ. ഇവർക്ക് നല്ലോണം മലയാളം അറിയാം. ഇവർ ആദ്യമേ ഇവിടെ നിന്നതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അച്ഛാ ഹെയർ കട്ട്. താങ്ക് യു ഭയ്യ. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇതിൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. വണ്ടി കഴുകി. മതി ആകാശാനോട് തേവാക്കി വീഡിയോ എടുത്തേ. നാളെ സർവീസാണ്, പക്ഷേ പുറമേ ഒന്ന് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകിയതാ കേട്ടോ. ഗുഡ് വർക്ക്. ഇതാണ് അനന്യ. അനന്യന്റെ വീടാണ് ഈ കാണുന്നത്. ഇത് അച്ഛനമ്മ. ഹായ് പറയൂ. അനന്യന്റെ തറവാടുണ്ട് ബാക്കിൽ. അതിൽ നിങ്ങൾക്ക് കാണാം. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. നിങ്ങൾക്ക് അനന്യന്റെ തറവാട് കാണിച്ചു തരാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം അനന്യന്റെ തറവാട് നിങ്ങൾ കണ്ടു ഗൈസ്. ഇതാണ് തറവാട്. തറവാടിന് മുന്നിൽ മാത്രമേ ഉള്ളൂ ഗൈസ്, ബാക്കില്ല. അങ്ങോട്ട് പോകണോ? ഇല്ല ഗൈസ്, ഈ കാണുന്നതേ ഉള്ളൂ, ഫ്രണ്ട് മാത്രം. തറവാടിന് ഉള്ളിലൊന്നുമില്ല. പോയി ഗൈസ്. അങ്ങനെ കുളിച്ചു റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇന്നത്തെ നൈറ്റ് അമ്പലത്തിലായിരിക്കും. അങ്ങനെ ഇത്തിരി വെള്ളം പോവുകയാണ് ഗൈസ്. ഈശ്വരൻ്റെ കാല് പിടിച്ചത് പൊതിച്ചൂടെ? ബൈ ബൈ ഗൈസ്. ഞങ്ങൾ പോവുകയാണ്. എവിടേക്കാണ്? അമ്പലത്തിൽ. കോവിൽ. കാലമേളയ്ക്ക് ഉണ്ട് കേട്ടോ. സോറി, ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ് കഴിഞ്ഞാ മണ്ണിയാ നമ്മളെ വിടുമല്ലേ? അതാ വേണ്ടേ. ഫുഡ് കഴിക്കാൻ പോകുന്നല്ലേ? ഒരു രക്ഷയില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ
അടിപൊളി തെയ്യം. ആ ഓടുന്ന തെയ്യം ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള തെയ്യം. പിന്നെ അതവിടെ നിന്ന് നേരെ ഗാനം. ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ചിലപ്പം പാട്ടിന് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവരെ പാട്ടോട് തുടങ്ങി പിന്നെ ഫുൾ പവറായി, കുട്ടികളും ആൾക്കാരും ഒക്കെ പവറായി. പിന്നെ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലായി. അച്ചാച്ചനും ഏട്ടന്മാരും എല്ലാവരും ഫുൾ പവർ. ആ സ്റ്റെപ്പെല്ലാം നോക്കിയാ ഗൈസ്. അങ്ങനെ 1 മണിയായി. നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഉറക്കും ഇതൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇരുന്നു തെയ്യം കാണുകയാണ്. ലുഡോ കളിക്കുന്നു ഗൈസ്. അങ്ങനെ വീട്ടിൽ പോന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക് ഉറങ്ങണം. സമയം 4:42, 5 മണിയാവാറായി. ആകാശിട്ട് ബൈ പറ.